നമസ്കാരം. എല്ലാ പ്രേക്ഷകരെയും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം ബെൽസ് പാൾസി എന്നൊരു രോഗത്തെ പറ്റിയാണ്. ആയുർവേദത്തിൽ അർദ്ധിതമെന്ന് അറിയപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ്. ഇത്തരം പ്രശ്നമായിട്ട് OPDയിലേക്ക് രോഗികൾ വരുമ്പോൾ അവർ പറയുന്ന ഒരു പ്രധാന കാരണം, അതേപോലെ പേഷ്യൻ്റ് അപ്പിയറൻസിൽ നമ്മൾ കാണുന്നത് മുഖം ഒരു വശത്തേക്ക് കൂടിയിരിക്കുന്നതൊക്കെയാണ്. പെട്ടെന്ന് രാവിലെ എണീക്കുമ്പോഴോ മറ്റോ മുഖം ഒരു വശത്തേക്ക് കൂടി പോകുന്നു. അതേപോലെ തന്നെ കണ്ണ് അടയ്ക്കാനും തുറക്കാനുമുള്ള പ്രയാസമൊക്കെ ആയിട്ടായിരിക്കാം രോഗികൾ OPDയിലേക്ക് വരുന്നത്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ബ്രെയിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണോ എന്ന് വിലയിരുത്തി, സ്വാഭാവികമായിട്ടും ബ്രെയിൻ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ പിന്നീടുള്ളത് ഫേഷ്യൽ നെർവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തകരാറുകളാണോ എന്നാണ് പരിശോധിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഫേഷ്യൽ നെർവിൻ്റെ ഒരു പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ണുകൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുക, അതേപോലെ മുഖത്തെ എക്സ്പ്രഷൻസ്, രുചി അറിയുക, അതേപോലെ തന്നെ മിഡിൽ ഇയറിലുള്ള അസ്ഥികളുടെ ഫങ്ഷൻസും ഒക്കെ ഒരു പ്രധാന ഫങ്ഷൻസാണ് ഫേഷ്യൽ നെർവിൻ്റെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഫേഷ്യൽ നെർവിന് പല കാരണത്താൽ തകരാറുകൾ സംഭവിക്കാം. ചിലപ്പോൾ ഡയബറ്റീസിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഉയർന്ന രീതിയിലുള്ള രക്തസമ്മർദ്ദമായിരിക്കാം. ഈ ഒരു ഫേഷ്യൽ നെർവ് ചെവിയുടെ പിൻഭാഗത്തുകൂടി വരുന്ന ഒരു നെർവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ യാത്രയിലുള്ള തടസ്സങ്ങൾ, അതല്ലെങ്കിൽ ഇതിലുണ്ടാകുന്ന ട്യൂമറുകളുള്ള പ്രശ്നങ്ങൾ, മുഴകൾ, ഇതൊക്കെ ഈ നെർവിന് തകരാറ് സംഭവിക്കാം. അതല്ലെങ്കിൽ പലതരത്തിലുള്ള വൈറൽ ഇൻഫെക്ഷൻസോ ഒക്കെ ഈ ഒരു ഫേഷ്യൽ നെർവിന് തകരാറ് സംഭവിക്കുക. അല്ലെങ്കിൽ പെട്ടെന്നാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ ശക്തമായി തണുത്ത കാറ്റൊക്കെ മുഖത്ത് കൊണ്ടതിന് ശേഷമൊക്കെ രോഗികൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ ഫേഷ്യൽ നെർവ് ൻ്റെ ബ്രാഞ്ചസ് സപ്ലൈ ചെയ്യുന്നത് പ്രധാനമായിട്ടും ഈ പറഞ്ഞ കണ്ണിൻ്റെ മൂവ്മെൻറ്റ്സും അതേപോലെ തന്നെ മുഖത്തെ മസിൽസും ഒക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു നെർവ് തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ ഐലിഡിൻ്റെ മൂവ്മെൻറ്റ്സിന് തകരാറ് സംഭവിക്കാം. അതേപോലെ അഫക്റ്റഡ് ഭാഗത്തുള്ള പേശികൾ പാരാലിസിസ്ഡ് ആവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും രോഗിയുടെ മുഖം ഒരു വശത്തേക്ക് കോടിയിരിക്കും. അതേപോലെ തന്നെ ആ കോടിയ വശത്തുകൂടി ഉമിനീരൊക്കെ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും കണ്ണിൽ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന ശേഷി നഷ്ടപ്പെടുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും കണ്ണ് വരൾച്ചയ്ക്കുള്ള സാധ്യതയുണ്ട്, അമിതമായിട്ടുള്ള ടിയറിങ്ങിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കണ്ണിൽ കൂടുതൽ അസ്വസ്ഥതകൾ രോഗികൾക്ക് ഉണ്ടാക്കാം. അതേപോലെ തന്നെ രുചി അറിയാൻ വയ്യാത്തൊരവസ്ഥ ഉണ്ടാക്കാം. അതേപോലെ ഉമിനീര് പ്രശ്നമുള്ള സ്ഥലത്തുകൂടി വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള ചികിത്സ പ്രധാനമായിട്ടും ഈ പറഞ്ഞ നെർവിനെ ബാധിച്ചേക്കുന്ന പ്രശ്നം യഥാർത്ഥത്തിൽ ഡീജനറേറ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണോ, മുഴകളാണോ, അത് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഒക്കെയാണോ എന്ന് അനുസരിച്ചിട്ട് വിലയിരുത്തിയതിന് ശേഷം സ്വാഭാവികമായിട്ടും ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഉള്ള അതിനുവേണ്ടിയുള്ള ശമന ചികിത്സകളൊക്കെ ആയുർവേദത്തിലുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രത്യേക കഷായങ്ങളും ഗുളികകളും അതോടൊപ്പം തന്നെ ലേപപ്രയോഗ വിധികളൊക്കെ ആയുർവേദത്തിലുണ്ട്. അതേപോലെ തന്നെ ഡീജനറേറ്റീവ് കണ്ടീഷൻസ് ആണെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകമായിട്ട് തന്നെ ശിരോവസ്തി പോലുള്ള ചികിത്സകൾ, ശിരോഅഭ്യംഗം പോലുള്ള ചികിത്സകൾ, നസ്യ വിധികളൊക്കെ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അതേപോലെ കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നേരത്തെ പറഞ്ഞ കണ്ണിൻ്റെ വരൾച്ചയ്ക്കൊക്കെ തർപ്പണാദി വിധികളൊക്കെ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു രോഗാവസ്ഥ വിലയിരുത്തി, അപ്പോൾ ഇത് ടെമ്പററി ആയിട്ടുണ്ടാകുന്ന പ്രശ്നമാണ്. അപ്പോൾ അതനുസരിച്ച് പെട്ടെന്ന് തന്നെ റിക്കവറിക്കും സാധ്യതയുണ്ട്. അപ്പോൾ എന്താണെന്നുള്ള കാരണം പ്രധാനമായിട്ട് റൂൾ ഔട്ട് ചെയ്ത് ആയുർവേദത്തിൽ ചികിത്സ ചെയ്യുന്നതാണ്. ആയുർവേദത്തിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ അർദ്ധിതം എന്ന രോഗാവസ്ഥയ്ക്ക്, അല്ലെങ്കിൽ ബെൽസ് പാൾസി എന്ന് പറഞ്ഞ രോഗാവസ്ഥയ്ക്ക് ആയുർവേദത്തിൽ ചികിത്സയുണ്ട്. അതേപോലെ തന്നെ ഹെമി ഫേഷ്യൽ സ്പാസം എന്നുള്ള കണ്ടീഷൻസൊക്കെ ഇതേപോലെ തന്നെ രോഗിക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ആയുർവേദത്തിലും ചികിത്സാ വിധികളുണ്ട്. ഈ ഒരു അറിവിലേക്കാണ് ഇന്ന് വീഡിയോ ചെയ്തത്. നന്ദി, നമസ്കാരം.